എടുത്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഗവർണർ കോഴിക്കോട് മിഠായിത്തെരുവിൽ പോയപ്പോൾ വലിയ രീതിയിലായിരുന്നു ജനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. മധുരം നൽകിയും ഒക്കെ ആയിരുന്നു. അതിനെങ്ങനെ കാണുന്നത്? അതില് ഗവർണർക്ക് കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാം, അതിനൊന്നും പ്രയാസമില്ല. പക്ഷേ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സർപ്ലസ് കാറ്റഗറി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. അപ്പോൾ അത് പാലിക്കാതെയാണ് ഈ മുട്ടായി തെരുവിലേക്ക് പോകുന്ന നരിയെടുത്തത്. അതിൻ്റെ പ്രശ്നം ഗൗരവമുള്ളതാണ്. അങ്ങനെ ഒരു VVIPയും ഇതിനു മുൻപ് ഇന്ത്യയിൽ ഒരിടത്തും കാണിച്ചിട്ടുണ്ടാവില്ല. ഇത് തീർത്തും അബദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കാണിച്ച നില അത് വളരെ സ്വാഗതാർഹമായ നിലയാണ്. അദ്ദേഹം ഈ സാധാരണ നില വിട്ട് പെട്ടെന്നൊരു സമയം നേരെ മിഠായി തെരുവിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെയുള്ളവരെല്ലാം അദ്ദേഹത്തെ കൗതുകത്തോട് നോക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് മറ്റൊരു സന്ദേശം കൂടി നൽകുകയാണ്. കേരളത്തിലെ ഇതുപോലൊരു VVIPക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സഞ്ചരിക്കാൻ കഴിയും. രാജ്യത്ത് എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ സാധിക്കും? എത്ര സംസ്ഥാനങ്ങളിൽ കഴിയും? പെട്ടെന്ന് ഇറങ്ങി നടക്കാൻ ഏത് സംസ്ഥാനത്താണ് ഇതുപോലെ ഒരു അത്യുന്നത വ്യക്തിക്ക് കഴിയുക, അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് കഴിയുക? അത് കേരളത്തിൽ പറ്റും. അപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്നത് ഗവർണർ തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികളിലൂടെ രാജ്യത്തെ അറിയിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ ഈ BJPക്കും RSSനും നിലവിൽ കേരളത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലൂടെ ഈ ഗവർണറെ മുൻനിർത്തിക്കൊണ്ട്